നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നെടുക്കാൻ പോകുന്നത് PSC 2025 നടത്തിയ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂർബൻ രാജവംശം ഫ്രാൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിൽ ഏതാ? ബാസ്റ്റിൽ ജയിലാണ്. ബാസ്റ്റിൽ ജയിലാണ് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നത്. ഈ ബാസ്റ്റിൽ ജയിൽ വിപ്ലവകാരികൾ തകർത്തതെന്ന 1789 ജൂലൈ മാസം 14 1789 ജൂലൈ മാസം 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ഏത് ജയിൽ തകർത്തത്? ബാസ്റ്റിൽ ജയിൽ തകർത്തത്. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ബാസ്റ്റിൽ ജയിലാണ്. ഈ ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ്. ഫ്രഞ്ച് വിപ്ലവം വർഷം ചോദിച്ചാൽ 1789. ഇനി ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടിയാണ് റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം. റൂസോ പറഞ്ഞ 2 കോട്ട്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞതാരാ? റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതാരാണ്? അതും റൂസോയാണ്. അപ്പൊ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ, ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോയാണെന്ന് ഓർക്കുക. ഇനി ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു എന്ന് 1793. ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു മിറാബോ, ഡാൻഡൻ എന്നിവ. മിറാബോ, ഡാൻഡൻ. ഈ മിറാബോയും ഡാൻഡനും ചേർന്നിട്ട് ശത്രുക്കൾ എന്ന് തോന്നിയവരെ ഒരു ആയുധം ഉപയോഗിച്ച് വധിച്ചിരുന്നു. ആ ആയുധത്തിന്റെ പേരാണ് ഗില്ലറ്റിൻ. ആയുധത്തിന്റെ പേരെന്താണ്? ഗില്ലറ്റിൻ ആണ്. ഗില്ലറ്റിൻ. പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ റോബിസ്പിയർ ആണ് പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ആരാണ്? ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15. ഫ്രഞ്ച് സമൂഹത്തെ എത്ര എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്? 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ മധ്യവർഗം, അതായത് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, അധ്യാപകർ, ബാങ്കർമാർ, ഇവരൊക്കെ മധ്യവർഗമാണ്. കർഷകർ, കൈത്തൊഴിലുകാർ, ഇവരൊക്കെ മധ്യവർഗം. ഇവരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? PSC ചോദ്യം ഡിലീറ്റ് ചെയ്തേ. ഈ പാൻസ്ലാവ് പ്രസ്ഥാനം എന്നാൽ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിന് വേണ്ടി റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. സെർബിയ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടില്ല. റഷ്യയുടെ സഹായത്തോടെയാണ് ഏത് പ്രസ്ഥാനം രൂപീകരിച്ചത്? പാൻസ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത്. 3 പ്രസ്ഥാനങ്ങൾ, പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഈ 3 പ്രസ്ഥാനങ്ങളും തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട 3 പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ? പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നിവയാണ്. അതിൽ പാൻസ്ലാവ് പ്രസ്ഥാനം റഷ്യൻ സഹായത്തോടെ രൂപീകരിച്ചതാണ്. പാൻ ജർമ്മൻ ജർമ്മനി ആരംഭിച്ചതാണ്. പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. ഈ 3 പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ട യുദ്ധ കാലഘട്ടം 1-ാം ലോക മഹായുദ്ധമാണോ 2-ാം ലോക മഹായുദ്ധമാണോ? 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ്. 1-ാം ലോക മഹായുദ്ധം. ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യവും
ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവുമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ. ഇതിൽ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെ? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി എന്നിവയാണ്. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ടത്. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. അപ്പൊ വാഗ്ഭടാനന്ദനെ കുറിച്ച് PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? 1885 ഏപ്രിൽ മാസം 27-ാം തീയതി കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദന്റെ ജനനം. 1885 ഏപ്രിൽ മാസം 27-ന് കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിൽ വയലേരി വീട്ടിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം തന്നെ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. എന്നതാണ് വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം. VK ഗുരുക്കൾ, വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളതാണ് VK ഗുരുക്കൾ എന്നറിയപ്പെട്ടതും വാഗ്ഭടാനന്ദനാണ്. ഈ VK ഗുരുക്കൾ അഥവാ വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയതാരാ? ഇദ്ദേഹത്തിന്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദന്റെ ഗുരു ആരാണ്? പുരുഷസിംഹം എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണന് എന്ത് പേര് നൽകിയത്? വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. അപ്പൊ ഇവിടെ ചോദ്യം ആത്മവിദ്യാ സംഘത്തെ കുറിച്ചാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം ഏതാ? 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോയായി കരുതപ്പെടുന്ന പുസ്തകം ഏതാണ്? ആത്മവിദ്യ എന്ന പുസ്തകമാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അഭിനവ കേരളമാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം. ഈ അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യവും PSC ചോദിച്ചിട്ടുണ്ട്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇത് അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യമാണ്. അഭിനവ കേരളം എന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണെന്നും അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇത് അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യമാണെന്നും ഓർക്കുക. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വാഗ്ഭടാനന്ദനാണ് സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ്. ഇദ്ദേഹത്തിന്റെ പ്രധാന മാസികയാണ് യജമാനൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ, യജമാനൻ എന്ന മാസിക സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദനാണ് യജമാനൻ എന്ന മാസിക സ്ഥാപിച്ചത്. അഭിനവ കേരളം എന്ന മുഖപത്രം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ യജമാനൻ എന്ന മാസിക ആരംഭിച്ച വർഷം കൂടി ഓർത്തിരിക്കൂ. 1939. പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആര്? വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. ഓർക്കുക. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇവിടെ കുറച്ച് സംഘടനകളും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെയുമാണ് തന്നിരിക്കുന്നത്. ചേരുംപടി എങ്ങനെ ചേർക്കാം എന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമി രാജ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ, സ്വരാജ് പാർട്ടി CR ദാസ്, ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇങ്ങനെ വേണം യോജിപ്പിക്കാൻ. അപ്പൊ ഇതിൽ ആദ്യത്തെ നമുക്ക് ഇങ്ങെടുക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആര്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആണ് മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. INA യുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഈ സുഭാഷ് ചന്ദ്ര ബോസ്
INA ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1943 മുതലാണ്. 1942 ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. 1943 മുതലാണ് സുഭാഷ് ചന്ദ്രബോസ് INA ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയത്. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ആർക്ക് കൈമാറുന്നത്? സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുന്നത്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന് INA നേതൃത്വം കൈമാറിയ വ്യക്തി ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആരാണെന്ന് ചോദിച്ചാൽ അതും മോഹൻ സിംഗ് ആണ്. മോഹൻ സിംഗ്. ഇനി INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീൽ ആരാണ്? ബുലാബായി ദേശായി. ബുലാബായി ദേശായി ആണ് INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീൽ. ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേരെന്താ? ആസാദ് ഹിന്ദ് ഫൗജ്. ആസാദ് ഹിന്ദ് ഫൗജ്. ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിതമായ വർഷം ഏതാണെന്ന് ചോദിച്ചാലും 1942 ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, 1942. ഇനി INA നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിതയാരാ? ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ് INA നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിത. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. INA സേനാ വിഭാഗങ്ങൾ ബ്രിട്ടീഷ് സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ വർഷം ഏതാ? 1945 ഇവർ INA സേനാ വിഭാഗങ്ങൾ ബ്രിട്ടീഷ് സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. INAയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരെ വിചാരണ ചെയ്തു. എവിടെ വെച്ച്? ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ച്. ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ചാണ് INAയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്വരാജ് പാർട്ടിയെ കുറിച്ച് കൂടി നോക്കാം. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെ? ചിത്തരഞ്ജൻ ദാസ് എന്ന CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ഏതാണ്? 1923. 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായിട്ട് കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റുവും. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ CR ദാസും സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റുവുമാണ്. മോത്തിലാൽ നെഹ്റു. വേറൊരു പ്രധാനപ്പെട്ട ഫാക്ടും കൂടെ ഉണ്ട്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏത് തന്നെയാണ്? സ്വരാജ് പാർട്ടിയാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? നൃത്തമാണ്. കഥക് നർത്തകിയാണ് കുമുദിനി രജനീകാന്ത് ലഖിയ. കുമുദിനി രജനീകാന്ത് ലഖിയയുടെ സ്വദേശം ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. പത്മവിഭൂഷൺ പുരസ്കാരം 2025 ആർക്കൊക്കെയാ കിട്ടിയത്? ദുവൂർ നാഗേശ്വർ റെഡ്ഡി, കുമുദിനി രജനീകാന്ത് ലഖിയ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ജഗദീഷ് സിംഗ് ഖേഖാർ, ഒസോമു സുസുക്കി, MT വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതിയായിട്ട് കേരളത്തിൽ നിന്നും MT വാസുദേവൻ നായർക്കാണ് കിട്ടിയത്. ശാരദാ സിൻഹ. ശാരദാ സിൻഹയ്ക്കും മരണാനന്തര ബഹുമതിയാണ്. ഇപ്പൊ 3 പേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. ഒസോമു സുസുക്കി, ശാരദാ സിൻഹ, MT വാസുദേവൻ നായർ. ഞാൻ 2025 പത്മ പുരസ്കാരം കോഡിന്റെ രൂപത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ ഫോൾഡർ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പത്മവിഭൂഷൺ 2025 ആർക്ക് ലഭിച്ചു? MT വാസുദേവൻ നായർ, ഒസോമു സുസുക്കി, ശാരദാ സിൻഹ, കുമുദിനി രജനീകാന്ത് ലഖിയ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ജഗദീഷ് സിംഗ് ഖേഖാർ, ദുവൂർ നാഗേശ്വർ റെഡ്ഡി. ദുവൂർ നാഗേശ്വർ റെഡ്ഡി. ഇനി കേരളത്തിൽ നിന്നും 2 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരം 2025 ലഭിച്ചു. ആർക്കൊക്കെ? PR ശ്രീജേഷിനും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിനുമാണ് കേരളത്തിൽ നിന്നും മലയാളി 2 പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പത്മഭൂഷൺ പുരസ്കാരം. പത്മഭൂഷൺ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. IM വിജയൻ, മലയാളികളാണ്. IM വിജയൻ, ഡോക്ടർ K ഓമനക്കുട്ടി. IM വിജയൻ, ഡോക്ടർ K ഓമനക്കുട്ടി. IM വിജയന്റെ ഫുൾ ഫോം എന്താ? അയനിവളപ്പിൽ മണി വിജയൻ. അയനിവളപ്പിൽ മണി വിജയൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് ഒന്നുപോലും മുടങ്ങാതെ കണ്ടിരിക്കണേ.
അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും